അതൊന്നുമല്ല. ഒരു സീറ്റ് ജയിച്ചാൽ പകരം എന്തും ചെയ്യും. 26 LDF തിരിച്ചു വരാനുള്ള സാഹചര്യം ഒരുക്കും. അപ്പം ഞാൻ തിരിച്ചു ചോദിച്ച് 24 NDA വന്നില്ലേ, ഞങ്ങൾ എങ്ങനെ 26 LDF എങ്ങനെ തിരിച്ചു വരുമെന്ന് പറയാൻ മിസ്റ്റർ ജാവ്ദേക്കർ എന്ന് പറഞ്ഞു. ഒന്നും വേണ്ടിയില്ല. എൻ്റെ ഷിജു എന്നല്ലേ പേര് ഇദ്ദേഹത്തിൻ്റെ. ഓളം ഉണ്ട് IPക്ക്, വട്ടണ്ട അദ്ദേഹത്തിന്. ഇത്രയും സാഹചര്യം കിട്ടുമ്പോൾ ഒരു സീറ്റ് കൊടുത്താൽ പോരെ. PC തോമസ് മോഡൽ ഓപ്പറേഷൻ നോക്കി, എത്രയില്ല. ജനങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമല്ലേ. ന്യൂ ജനറേഷൻ മൊബൈല്, ന്യൂ ജനറേഷൻ വല്ല അനക്കവും നടക്കുമോ? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നിങ്ങൾക്കെതിരാണ്, മുസ്ലിം കമ്മ്യൂണിറ്റി ആകത്തൊക്കെ എതിരാണ്. നിങ്ങൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ചാക്കിടാൻ നോക്ക്. അതിന് തൊട്ട് പാതിരിമാരുടെ പുറകെ അവരിറങ്ങി. ജയരാജൻ പറഞ്ഞു നിങ്ങൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കൂടി പിടിച്ചാൽ നിങ്ങൾക്ക് കടന്നുകൂടാ. നന്ദകുമാറിനെ അറിയില്ലെന്ന് പറഞ്ഞാൽ ശരിയാണ്. ജാവദേക്കറുടെ അടുത്ത് ആരോ ചെന്നപ്പോൾ അങ്ങനെ ചീറ്റണുണ്ട്. ഹൂസ് നന്ദകുമാറിനെ ചോദിച്ചു, ബ്ലഡി ഫുൾ എന്നൊക്കെ പറഞ്ഞു. കുമാർ എന്ന് പറഞ്ഞാൽ അറിയും. അത് വിട്. EP ജയരാജൻ എവിടെയല്ലേ വന്നിരുന്നത്? ഇവിടുത്തെ കലണ്ടറിൽ കിടപ്പുണ്ടല്ലോ അദ്ദേഹം ഇരുന്ന പടം. അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം. അതെന്താ ചോദ്യം? EP ജയരാജൻ BJP ജോയിൻ ചെയ്യാനല്ല പോയത്. EP ജയരാജൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായ പിണറായി വിജയൻ്റെ രക്ഷകനായാണ് പോയത്. പിന്നെ ഇന്ന് CPMൽ പിണറായി വിജയൻ എന്നെതിരെ AK ബാലൻ, EP ജയരാജൻ, ഗോവിന്ദൻ മാസ്റ്റർ, MA ബേബി എല്ലാവരും ഒരു മാനസിക പിരിമുറുക്കത്തിലാണ്. കാരണം റിയാസിന് പുനഃപ്രതിഷ്ഠ കൊടുക്കാൻ നടത്തുന്ന നീക്കങ്ങളിൽ പാർട്ടിയിൽ എതിർപ്പുണ്ട്. ഞാൻ ആ പാർട്ടിയുടെ ഭാഗമൊന്നുമല്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ്. നാളെ ഇപ്പം എന്നെ കൊല വിളിച്ചാലും എനിക്ക് വിരോധമൊന്നുമില്ല. മാഡം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. അതായത് പിണറായി വിജയന് SNC ലാവ്ലിൻ കേസിൽ സഹായകരമായ നിലപാടാണ് ഞങ്ങളുടെ ഡിസ്കഷനിൽ വന്നത്. മറിച്ച് ഗോവിന്ദൻ മാഷിനെ സംസ്ഥാന സെക്രട്ടറി ആക്കിയതോടുകൂടി സംസ്ഥാന സെക്രട്ടറിയായ ഗോവിന്ദൻ മാഷും EP ജയരാജനും AK ബാലനും MA ബേബിയും ഈ കുടുംബ ഇടപെടലുകൾക്ക് എതിരായിട്ടുള്ള മാനസിക നിലപാടിലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രദ്ധിച്ചു കേൾക്കണം. അവർക്കെല്ലാം വിമ്മിഷ്ടങ്ങളുണ്ട്. കാരണം റിയാസ് എന്ന് പറഞ്ഞ സീനിയർ ആയതിൻ്റെ ദുഃഖം അവരിൽ കണ്ടിരുന്നു. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും SNC ലാവ്ലിൻ കേസ് അവസാനിപ്പിക്കുക എന്നുള്ള മെയിൻ ലക്ഷ്യത്തിലൂന്നിയാണ് ജാവദേക്കർ ഡിസ്കഷൻ തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ ആ കേസ് ഘടിപ്പിച്ചു. നിങ്ങൾ കണ്ടോ, 1-5 കേസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1-5 കേസ് സോളിസിറ്റർ ജനറൽ വാദം തുടങ്ങി. നിങ്ങൾ ഞാൻ പറഞ്ഞ തെറ്റില്ലെങ്കിൽ നോക്കി.